എസെക്കിയേൽ പ്രവചനം 38-ാം അധ്യായത്തിന്റെ 19 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യുദ്ധത്തിന്റെ ഗതി എപ്രകാരമായിരിക്കുമെന്ന് വായിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. വിശദമായി മനസ്സിലാക്കുന്നതിന് മൂന്നാം ലോകമഹായുദ്ധം എന്ന വീഡിയോയുടെ 1ഉം 2ഉം ഭാഗങ്ങൾ കൂടി ദയവായി കണ്ടാലും അത് ഈ ചാനലിൽ തന്നെ ഉണ്ട്. 1ാം ഭാഗത്തിൽ ബൈബിൾ പ്രവചനങ്ങൾ തെറ്റാത്തത് എന്ന് വ്യക്തമാക്കുന്നു. 2ാം ഭാഗത്തിൽ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങൾ, 2 ചേരികളായി തിരിയുന്ന രാജ്യങ്ങൾ ഏതെല്ലാം എന്ന് മനസ്സിലാക്കാം. 3ാമത്തെ ഭാഗത്തിൽ 3ാം ലോക മഹായുദ്ധത്തിൻ്റെ ഗതി എന്തായിത്തീരും, അതിൻ്റെ പര്യവസാനം എന്ത്, 3ാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോക ഭരണാധികാരിയായി ഉദയം ചെയ്യുന്ന എതിർക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയും അനന്തര സംഭവങ്ങളും മനസ്സിലാക്കാം. ഇസ്രായേൽ പർവ്വതനിരകളിൽ റഷ്യയുടെ നേതൃത്വത്തിൽ ഇടതുപക്ഷ ചായ്വുള്ള രാജ്യങ്ങൾ അണിനിരക്കുന്നു. അവയോട് ഏറ്റുമുട്ടുവാൻ ഗ്രേറ്റ് ബ്രിട്ടൻ, അമേരിക്ക തുടങ്ങിയ ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്ന വലതുപക്ഷ ചായ്വുള്ള രാജ്യങ്ങൾ ഇസ്രായേലിനെ സഹായിക്കുവാൻ മറുഭാഗത്ത് കൂടുന്നു. ദൈവത്തിന് സ്തോത്രം. ഒരു യുദ്ധപ്രഖ്യാപനം നടക്കുന്നു. മിസൈലുകൾ റെഡിയാകുന്നു, പാറ്റൻ ടാങ്കുകൾ റെഡിയാകുന്നു, ബോംബുകൾ തയ്യാറാകുന്നു, പടയാളികൾ തയ്യാറാകുന്നു, യുദ്ധക്കപ്പലുകൾ റെഡി, പോർ വിമാനങ്ങൾ റെഡി. ദൈവത്തിന് സ്തോത്രം. എല്ലാം റെഡിയായിരിക്കുകയാണ്. ഇനി ഒരു ഓർഡർ കിട്ടിയാൽ മതി. സൈനിക നേതാക്കന്മാർ ഓർഡർ കൊടുത്താൽ മതി. മിസൈലുകൾ പാഞ്ഞു പോകും, ബോംബുകൾ പോയി വീഴും, പാറ്റൻ ടാങ്കുകളുള്ള വ്യൂഹങ്ങൾ മുമ്പോട്ട് ഗമിക്കും, പോർ വിമാനങ്ങൾ യുദ്ധക്കപ്പലുകളിൽ നിന്ന് പറന്നുയരും. ഇതെല്ലാം സെക്കൻഡുകൾ കൊണ്ട് സംഭവിക്കും. എന്നാൽ എന്താണ് സംഭവിക്കുന്നതെന്നറിയാമോ? 38-ാം അധ്യായം 19-ാം വാക്യത്തിൽ വായിക്കുന്നു, അന്നാളിൽ നിശ്ചയമായും ഇസ്രായേൽ ദേശത്ത് ഒരു വലിയ ഭൂകമ്പം ഉണ്ടാകും എന്ന് ഞാൻ എന്റെ തീഷ്ണതയിൽ എന്റെ കോപാഗ്നിയിലും അരുളി ചെയ്തിരിക്കുന്നു. യുദ്ധത്തിന്റെ ഗതി അപ്രകാരമായിരിക്കും. ദൈവത്തിന് സ്തോത്രം. ആയുധങ്ങൾ തയ്യാറെടുത്ത് നിൽക്കവേ സർവശക്തനായ ദൈവം തന്റെ കരത്തെ ചലിപ്പിക്കുന്നു. ശക്തമായ ഒരു ഭൂകമ്പമോ ഏതോ ഒരു താറുമാറാകുന്ന സംഭവത്തിലൂടെ എല്ലാ സജ്ജീകരണങ്ങളും താറുമാറാകുന്നു. വാർത്താ വിനിമയ ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെടുന്നു. സിഗ്നലുകൾ കൊടുത്തിട്ട് സ്വീകരിക്കുവാൻ ആളില്ലാതെ വരുന്നു. ബോംബുകൾ, മിസൈലുകളുടെ അറ്റത്ത് തൊടുത്തു വച്ചിരിക്കുന്ന ബോംബുകൾ ബട്ടൺ ഞെക്കുമ്പോൾ പറന്നു പോകേണ്ടതാണ്. പക്ഷെ പറന്നു പോകേണ്ടതിന് പകരം നിയന്ത്രണം വിടുന്നു. എല്ലാം പൊട്ടിത്തകരുന്നു. ആകപ്പാടെ താറുമാറാകുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ കഴിയുന്നില്ല. സൈനിക നേതാക്കൾക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ കഴിയുന്നില്ല. സർവശക്തനായ ദൈവം ഈ യുദ്ധത്തെ നിയന്ത്രിക്കുന്നതായി കാണുന്നു. ദൈവത്തിന് സ്തോത്രം. അണുവായുധങ്ങൾ പൊട്ടുന്നു, ബോംബുകൾ പൊട്ടുന്നു, ആക്രമണം ഉണ്ടാകുന്നു. പക്ഷേ ശത്രുവിന്റെ നേരെയല്ല, അവർ അന്യോന്യം ആക്രമിക്കുന്നു. അതിന്റെ 20 താഴോട്ടുള്ള വാക്യങ്ങളിൽ വായിക്കുമ്പോൾ 21-ാം വാക്യത്തിൽ വായിക്കുന്നു, ഞാൻ എൻ്റെ സകല പർവ്വതങ്ങളോടും അവൻ്റെ നേരെ വാളെടുപ്പാൻ കൽപ്പിക്കും എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. ഓരോരുത്തൻ്റെ വാൾ അവനവൻ്റെ സഹോദരന് വിരോധമായിരിക്കും. ഞാൻ മഹാമാരി കൊണ്ടും രക്തം കൊണ്ടും അവനെ ന്യായം വിധിക്കും. ഞാൻ അവൻ്റെ മേലും അവൻ്റെ പടക്കൂട്ടങ്ങളുടെ മേലും അവനോട് കൂടെയുള്ള പല ജാതികളുടെ മേലും പെരുമഴയും വലിയ ആലിപ്പഴവും തീയും ഗന്ധകവും വർഷിപ്പിക്കും. പിന്താങ്ങുന്ന രാജ്യങ്ങളും എല്ലാം തന്നെ 3ാം ലോകമഹായുദ്ധത്തോടുകൂടെ ഏറെക്കുറെ പൂർണ്ണമായിട്ട് അല്ലെങ്കിൽ തന്നെയും ഭാഗികമായി നശിക്കുകയും ഒരു പുത്തൻ ശക്തി ഈ ലോകത്തിൽ ഉടലെടുക്കുകയും ചെയ്യും. ബൈബിൾ പ്രവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ആ രാഷ്ട്രീയ ശക്തി രംഗപ്രവേശം ചെയ്യേണ്ടത് യൂറോപ്പിൽ നിന്നാണ്. ദൈവത്തിന് സ്തോത്രം. അതിന്റെ പ്രാവചനികമായ പശ്ചാത്തലങ്ങൾ വിവരിക്കുവാൻ വളരെയേറെ ഉണ്ട്. 3ാം ലോകമഹായുദ്ധത്തിന്റെ അനന്തര ഫലം അതായിരിക്കും. ഇന്നത്തെ വൻ ശക്തികൾ തകർന്നു പോകും. ഇന്നത്തെ വൻ രാഷ്ട്രങ്ങൾ തകർന്നു പോകും. ഇന്നത്തെ ഭരണ സംവിധാനങ്ങൾ മാറ്റപ്പെടും. ജനാധിപത്യ ഭരണ സംവിധാനം പൂർണ്ണമായും മാറ്റപ്പെടും. ഒരു ഏകാധിപത്യ ഭരണം ഈ ലോകത്തിൽ യൂറോപ്പിൽ നിന്നുണ്ടാകും. അതിനെ ബൈബിൾ പ്രവചനത്തിൽ പറയുന്നു, എതിർ ക്രിസ്തുവിന്റെ ഭരണം, ആന്റി ക്രൈസ്റ്റ്, എതിർ ക്രിസ്തു എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവ് യൂറോപ്പിൽ നിന്ന് പൊങ്ങി വരണം, അല്ലെങ്കിൽ ഉയർന്നു വരണം.
അതിന് പശ്ചാത്തലമൊരുക്കുകയാണ് ഇന്നത്തെ യൂറോപ്പ്, അതിന് പശ്ചാത്തലമൊരുക്കുകയാണ് ഇന്നത്തെ യൂറോപ്യൻ കോമൺ മാർക്കറ്റ്, അതിന് പശ്ചാത്തലമൊരുക്കുകയാണ് ഇന്നത്തെ ഐക്യ യൂറോപ്പ്. മാത്രമല്ല അതിന് പശ്ചാത്തലമൊരുക്കുകയാണ് ഇന്നത്തെ ഐക്യ യൂറോപ്പിലെ ഒരേ നാണയ വ്യവസ്ഥയും ഒരേ ഭരണഘടനയും അതിന് പശ്ചാത്തലമൊരുക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. അധികം താമസിയാതെ ഉണ്ടാകുവാൻ പോകുന്ന ഭയാനകമായ യുദ്ധത്തിലൂടെ ഇന്നത്തെ വൻശക്തികൾ തകർന്നടിയുകയും എതിർ ക്രിസ്തുവിന്റെ നേതൃത്വത്തിൽ ഒരു ഏകലോക രാജ്യം, ഒരു ഏകലോക ഭരണം, ഒരു ഏകാധിപത്യ ഭരണം ഈ ലോകത്തിൽ ഉടലെടുക്കുകയും ചെയ്യും എന്ന് ബൈബിൾ പറയുന്നു. എന്നാൽ അതിനു മുൻപേ മർമ്മപ്രധാനമായ ഒരു സംഭവം നടക്കേണ്ടതുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവ് അതിനു മുമ്പേ സംഭവിക്കും. അത് പറയാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. നാം എത്രമാത്രം യേശു ക്രിസ്തുവിന്റെ വരവിനോട് സമീപമായിരിക്കുന്നു. ഈ മൂന്നാം ലോക മഹായുദ്ധത്തിന് മുൻപേ, എതിർ ക്രിസ്തു രംഗപ്രവേശം ചെയ്യുന്നതിന് മുൻപേ, ഇന്നത്തെ രാഷ്ട്രങ്ങൾ തകരുന്നതിന് മുൻപേ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവുണ്ടാകും. വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായി ശക്തമായി പ്രസ്താവിച്ചിട്ടുള്ള പഴയ നിയമത്തിൽ നിഴലായും പ്രവചന രൂപത്തിലും പുതിയ നിയമത്തിൽ വളരെ വ്യക്തമായും സുവിശേഷങ്ങളിൽ, ലേഖനങ്ങളിൽ, പ്രവചനമായ വെളിപ്പാട് പുസ്തകത്തിൽ വളരെ വ്യക്തമായി പ്രസ്താവിച്ചിരിക്കുന്ന ഒരു വിഷയമാണ് ക്രിസ്തുവിന്റെ മടങ്ങി വരവ്. 4 സുവിശേഷങ്ങളിലും ചില അധ്യായങ്ങൾ തന്നെ ഈ വിഷയത്തെക്കുറിച്ച് പ്രതിപാദിക്കുവാനായി ഉപയോഗിച്ചിട്ടുണ്ട്. 21 ലേഖനങ്ങൾ 7 അപ്പോസ്തലന്മാരാൽ രചിക്കപ്പെട്ട 21 ലേഖനങ്ങളിലും ക്രിസ്തുവിന്റെ മടങ്ങി വരവിനെ കുറിച്ച് വ്യക്തമായി പറഞ്ഞിരിക്കുന്നതായി കാണുവാൻ കഴിയും. 1 കൊരിന്ത്യർ 16:22 വായിക്കുന്നു, കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും ശപിക്കപ്പെട്ടവൻ, നമ്മുടെ കർത്താവ് വരുന്നു. ദൈവത്തിന് സ്തോത്രം. ഫിലിപ്പിയർ 3 അവസാനത്തിൽ വായിക്കുന്നു, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു. നമ്മുടെ കർത്താവായ യേശു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. 1 തെസ്സലോനിക്കർ 4:16 കാണുന്നു, കർത്താവ് താൻ ഗംഭീരനാഥത്തോടെ പ്രധാന ദൂതന്റെ ശബ്ദത്തോടെ ദൈവത്തിന്റെ കാഹളത്തോടുകൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും, പിന്നെ ജീവനോടെ ശേഷിക്കുന്നവർ രൂപാന്തരപ്പെടും. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിൽ വായിക്കുന്നു, നമ്മുടെ കർത്താവ് കള്ളനെ പോലെ വെളിപ്പെടുമെന്ന് 5-ാം അധ്യായത്തിൽ വിവരിക്കുന്നു. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൽ പാപം കൂടാതെ തനിക്ക് വേണ്ടി ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി അവൻ രണ്ടാമത് പ്രത്യക്ഷനാകുമെന്ന് പ്രതിപാദിക്കുന്നു. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത്, ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. യാക്കോബിന്റെ ലേഖനത്തിൽ, യൂദായുടെ ലേഖനത്തിൽ, മാത്രമല്ല യോഹന്നാന്റെ ലേഖനത്തിൽ, വെളിപ്പാട് പുസ്തകത്തിൽ ഇങ്ങനെ ഉടനീളം 100 വാക്യങ്ങൾ ക്രിസ്തുവിന്റെ വീണ്ടും വരവിനെ പ്രസ്താവിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. നമ്മുടെ യേശു മടങ്ങി വരും. 1900 വർഷങ്ങൾക്ക് മുൻപ് മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി പിതാവായ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപത്തിലായി, മനുഷ്യവേഷത്തിലായി ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യന്റെ പാപങ്ങളെയും ശാപങ്ങളെയും രോഗങ്ങളെയും വഹിച്ചുകൊണ്ട് 1900 വർഷങ്ങൾക്ക് മുൻപ് മനുഷ്യന്റെ പാപപരിഹാരത്തിന് വേണ്ടി കാൽവറി ക്രൂശിൽ, ഗോൽഗോഥ മലമുകളിൽ, മരക്കുരിശിൽ 2 കള്ളന്മാരുടെ നടുവിൽ ആകാശത്തിനും ഭൂമിക്കും മധ്യേ അവസാനത്തെ തുള്ളി ചോരയും ചിന്തി പിടഞ്ഞു മരിച്ച നസ്രയനായ യേശു, മരണത്തെയും പാതാളത്തെയും ജയിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ നസ്രയനായ യേശു ഉയർത്തെഴുന്നേറ്റ് 40 ദിവസം ഈ ഭൂമിയിൽ സഞ്ചരിച്ച് താൻ ജീവനോടിരിക്കുന്നു എന്ന് ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്ത യേശു ക്രിസ്തു, സ്വർഗാരോഹണം ചെയ്ത പിതാവിന്റെ വലഭാഗത്തേക്ക് കരേറിപ്പോയ ക്രിസ്തു, ഇന്ന് മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം തന്റെ ജനത്തിന് വേണ്ടി പൗരോഹിത്യ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രിസ്തു, തന്റെ തിരുസഭയ്ക്ക് വേണ്ടി അവിടെ ഒരു മണിയറ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ക്രിസ്തു, കരേറിപ്പോയിട്ട് പരിശുദ്ധാത്മാവിനെ വാങ്ങി കാത്തിരുന്നവരുടെ മേൽ പകർന്നു കൊടുത്ത ക്രിസ്തു, അധികം താമസം വിന പിതാവായ ദൈവത്തിന്റെ വലഭാഗത്ത് നിന്ന് ഒരുങ്ങി മണവാളനായി മധ്യാകാശത്തിലേക്ക് ഇറങ്ങി വരുവാൻ പോകുന്നു എന്ന് ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുകയാണ്. അതിനുള്ള സമയം ഏറ്റവും അടുത്തിരിക്കുന്നു. അത് മുന്നറിയിക്കുകയാണ്. ഇന്നത്തെ ലോകരാഷ്ട്രങ്ങൾ, ഇന്നത്തെ സ്ഥിതിഗതികൾ,
ഈ ലോകത്തിന്റെ രാഷ്ട്രീയവും സാമ്പത്തികവും സാമൂഹികവുമായ എല്ലാ സ്ഥിതിഗതികളും യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവ് ഉണ്ടാകുമെന്നും അതിനുള്ള സമയം സമാഗതമായിരിക്കുന്നു എന്നും മുന്നറിയിപ്പ് നൽകുകയാണ്. ഈ ദേശത്തിൽ ഒരിക്കൽ കൂടെ അത് വിളിച്ചു പറയുവാനായിട്ടാണ് ഈ കൺവെൻഷൻ. യേശു ഇതുവരെയും വന്നിട്ടില്ല. എന്റെ ചിന്ത ശരിയാണെങ്കിൽ ഇതേ സ്ഥലത്ത് ഇതേപോലെ ഈ സ്ഥലത്ത് തന്നെ ഒരു സ്റ്റേജിൽ ഈ യേശുവിന്റെ വീണ്ടും വരവിനെ കുറിച്ച് മുൻവരിപ്പിക്കൽ ഞാൻ പ്രസ്താവിച്ചിട്ടുണ്ടെന്നാണ് എന്റെ ചിന്ത. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശു മടങ്ങി വരുമെന്ന് നാം കാത്തിരുന്നു. എന്നാൽ യേശുവിന്റെ മടങ്ങി വരവ് ഇതുവരെയും ഉണ്ടായില്ല. ഒരു കൺവെൻഷൻ കൂടെ ദൈവം നമുക്ക് അനുവദിച്ചിരിക്കുന്നു. അവന്റെ വീണ്ടും വരവിന് മുൻപായി ഒരിക്കൽ കൂടെ ദൈവത്തിന്റെ ജനത്തെ, ദേശവാസികളെ, ഈ ദേശത്തുള്ള മാന്യരായ സഹോദരി സഹോദരന്മാരെ ഒരിക്കൽ കൂടെ ഓർപ്പിച്ചുണർത്തുകയാണ്. നസ്രയനായ യേശു മടങ്ങി വരും. താമസമിനാൻ മടങ്ങി വരും. മധ്യാകാശത്തിൽ മടങ്ങി വരും. കാവലനാദത്തോടുകൂടെ ഇറങ്ങി വരും. പ്രധാന ദൂതന്റെ ശബ്ദത്തോടുകൂടെ ഇറങ്ങി വരും. ഗംഭീര ധ്വനിയോടുകൂടെ ഇറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. അനേക വിശുദ്ധന്മാരുടെ കല്ലറകളിൽ നിന്ന് അവർ ഉയർത്തെഴുന്നേറ്റ് രൂപാന്തരപ്പെട്ട് മധ്യാകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ കടന്നു പോകുവാൻ പോകുന്നു. അതോടൊപ്പം ജീവനോടെ ഈ ഭൂമിയിലിരിക്കുന്ന വിശുദ്ധന്മാരിൽ ചിലർ അവർ രൂപാന്തരപ്പെട്ട് അക്ഷയ ശരീരം പ്രാപിച്ച്, അമർത്യ ശരീരം പ്രാപിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഖലകളിൽ എടുക്കപ്പെടുവാൻ പോകുന്നു. നമ്മുടെ യേശു മടങ്ങി വരാറായി. കരങ്ങളെ ഉയർത്തി നമുക്കൊരു ഹല്ലേലൂയ മുഴക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവിൽ ദൈവസഭ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നതോടുകൂടെ എതിർ ക്രിസ്തുവിന്റെ ഭരണം ഈ ലോകത്തിലുണ്ടാകും. ദൈവത്തിന് സ്തോത്രം. ഞാൻ ആരംഭത്തിൽ പറഞ്ഞല്ലോ, രാഷ്ട്രീയമായ ഗതിയും സാമ്പത്തികമായതും സാമൂഹികവുമായ ഒരു അട്ടിമറിയായിരിക്കും ഈ മൂന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം സംഭവിക്കുന്നത്. എതിർ ക്രിസ്തുവിന്റെ ഭരണം എന്ന് പറയുന്നത് ഏകാധിപത്യ ഭരണമായിരിക്കും. ആരംഭത്തിലെ പറഞ്ഞുവല്ലോ, ഇപ്പോഴത്തെ ജനാധിപത്യ ഭരണ സംവിധാനം മാറ്റപ്പെട്ടതിന് ശേഷം ഒരു ഏകാധിപത്യ ഭരണമായിരിക്കും ഇവിടെ വരുന്നത്. ഉരുക്കുമുഷ്ടിയാൽ അടിച്ചമർത്തി, ക്രൂരമായ നിലയിൽ അടിച്ചമർത്തി ഭരിക്കുന്ന ഒരു ഭരണമായിരിക്കും എതിർ ക്രിസ്തുവിന്റെ ഭരണം. അതൊരു ഏകാധിപത്യ ഭരണമായിരിക്കും. അന്നത്തെ ലോകത്തിലെ സാമ്പത്തിക വ്യവസ്ഥിതിക്ക് വ്യത്യാസമുണ്ടാകും. ഇന്നത്തെ ലോകത്തിൽ നിലവിലുള്ള നാണയ വ്യവസ്ഥിതികൾ പൂർണ്ണമായും മാറ്റപ്പെടും. ഇന്ന് മനുഷ്യൻ ക്രയവിക്രയം ചെയ്യുന്നത്, കൊടുക്കൽ വാങ്ങൽ നടത്തുന്നത് നാണയങ്ങൾ ഉപയോഗിച്ചാണ് ക്രയവിക്രയം നടത്തുന്നത്. ഇന്നത്തെ നാണയ വ്യവസ്ഥിതി പൂർണ്ണമായും മാറ്റപ്പെട്ടതിന് ശേഷം ലോകത്തിൽ മറ്റൊരു വ്യവസ്ഥിതി ഉണ്ടാകും. അതിനെക്കുറിച്ച് വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ എതിർ ക്രിസ്തുവിന്റെ രംഗപ്രവേശത്തെ കുറിച്ചും അന്നത്തെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന അല്ലെങ്കിൽ ക്രയവിക്രയം ചെയ്യുന്ന രീതിയെക്കുറിച്ചും വായിക്കുന്നു. 13-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് വായിക്കുകയാണ്, അന്ന് വലിയവരും ചെറിയവരും സകലദാസന്മാരും സ്വതന്ത്രരും എല്ലാവരും വലം കൈമേലോ നെറ്റിമേലോ 666 എന്ന മുദ്രയേൽക്കാതെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുവാൻ കഴിയാതെ വരുന്നു. എതിർക്ക് ഭരണം ഏറ്റെടുത്തു കഴിഞ്ഞാൽ ആദ്യമായി ചെയ്യുന്നത് ഇപ്പോഴത്തെ നാണയ വ്യവസ്ഥിതി മാറ്റിയതിനു ശേഷം ഈ ലോകത്തിൽ ഒരു നമ്പർ വ്യവസ്ഥിതി കൊണ്ടുവരുവാൻ പോകുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രവാചകനായ യോഹന്നാൻ പത്മോസ് ദ്വീപിൽ വെച്ച് AD 90-നും 96-നും ഇടയ്ക്ക് ഈ ദർശനം കാണുമ്പോൾ, അന്ന് ഇത് രേഖപ്പെടുത്തി വെക്കുമ്പോൾ വലം കൈമേലോ നെറ്റിമേലോ മുദ്ര ഏൽക്കുമെന്നും മുദ്രയിലൂടെ ലോകം നിയന്ത്രിക്കപ്പെടുമെന്നും സ്വപ്നം പോലും വിചാരിച്ചിരുന്നില്ല. എന്നാൽ ഈ സമീപകാലത്തും അങ്ങനെ വിചാരിച്ചിരുന്നില്ല. ഏതാണ്ട് ഒരു 50 വർഷങ്ങൾക്ക് മുൻപ് 666 എന്ന മുദ്ര വരുമെന്ന് പറഞ്ഞാൽ അത്രത്തോളം ഇടക്കരക്കാർ വിശ്വസിക്കുമായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടില്ല. 666 ലോകത്തിൽ സാർവത്രികമായിരിക്കുകയാണ്. നാം ഇന്നൊരു നമ്പർ യുഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. ഈ സമീപ സമയത്ത് ഞാൻ വായിച്ച ഒരു വാർത്ത ദൈവത്തിന്റെ വചനത്തിലുള്ള എന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുവാൻ കാരണമായി. ദൈവത്തിന് സ്തോത്രം. ലോക ധനകാര്യ വകുപ്പ് ഒരു പുതിയ സംവിധാനം, ഒരു കാഷ്ലെസ് സൊസൈറ്റി അല്ലെങ്കിൽ പണരഹിത സമൂഹത്തിന് രൂപം നൽകിയിരിക്കുന്നു. പണരഹിത സമൂഹം. ദൈവത്തിന് സ്തോത്രം. അതിങ്ങനെയാണ്, പണം മൂലമല്ലാതെ അല്ലെങ്കിൽ പണത്തിന്റെ ആവശ്യമില്ലാതെ ലോകത്തിൽ മനുഷ്യരെ നിയന്ത്രിക്കുവാൻ കഴിയും. അത് കമ്പ്യൂട്ടറിലൂടെ ആയിരിക്കും നിയന്ത്രിക്കുക. ഓരോ വ്യക്തികൾക്ക് ഒരു ഇലക്ട്രോണിക് മൈക്രോ കാർഡ് നൽകും.
ആ ഇലക്ട്രോണിക് മൈക്രോ കാർഡ് നിമിത്തമായിട്ട്, ആ മൈക്രോ ചിപ്പ് നിമിത്തമായി കമ്പ്യൂട്ടറിലൂടെ വ്യക്തികളെ നിയന്ത്രിക്കുവാൻ കഴിയും. ആ ഇലക്ട്രോണിക് മൈക്രോ ചിപ്പ്, ആ കാർഡ് രൂപത്തിൽ നൽകിയിരിക്കുന്ന ആ മൈക്രോ ചിപ്പ് കൈവശം സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് ലോകത്തിൽ എവിടെ പോയാലും നിങ്ങൾക്ക് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ പണത്തിന്റെ ആവശ്യമില്ല. നിങ്ങൾ കമ്പ്യൂട്ടറിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ്. നിങ്ങൾ ആ കമ്പ്യൂട്ടറിന്റെ അതിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ്. ലോകത്തിന്റെ ഏത് മുക്കിലും മൂലയിലും പോയാലും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് അങ്ങനെ ഒരു സംവിധാനത്തിന് മോണ്ടെക്സ് എന്ന് പറയുന്ന കമ്പനി രൂപകൽപ്പന നൽകിയിരിക്കുന്നു പോലും. ലോകത്തിൽ ഏറെക്കുറെ 20ഓളം രാജ്യങ്ങളിൽ, ഇന്ത്യ ഉൾപ്പെടെ 25ഓളം കോർപ്പറേഷനുകൾ ഈ സംവിധാനം ലോകത്തിൽ നിലവിൽ വരുത്തി അല്ലെങ്കിൽ പ്രായോഗികത്തിൽ കൊണ്ടുവന്നിരിക്കുന്നു. ഒരേ സമയത്ത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യരെ ഈ കമ്പ്യൂട്ടർ ചിപ്പ് മുഖാന്തരമായിട്ട് അല്ലെങ്കിൽ മൈക്രോ ചിപ്പ് മുഖാന്തരമായി കമ്പ്യൂട്ടറിലൂടെ നിയന്ത്രിക്കുവാൻ കഴിയും. എന്ന് പറഞ്ഞാൽ ഈ ഒരു കാർഡ്, കാർഡിന് പേര് കൊടുത്തിരിക്കുക സ്മാർട്ട് കാർഡ് എന്ന്. അത് കൈവശം മതി. എവിടെ പോയാലും നിങ്ങളെ കമ്പ്യൂട്ടറിന്റെ നിയന്ത്രണത്തിലാണ്. നിങ്ങൾക്ക് പൂർണ്ണമായി അതിന്റെ കീഴിൽ നിങ്ങളായിരിക്കാൻ സാധിക്കും. ദൈവത്തിന് സ്തോത്രം. അപ്പൊ അടുത്ത സമയത്ത് അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോ ഈ കാർഡ് നഷ്ടപ്പെട്ടു പോയാൽ എന്ത് ചെയ്യും എന്നുള്ളൊരു ചിന്താഗതി. അങ്ങനെ നഷ്ടപ്പെട്ടു പോയാൽ കുഴപ്പമാകുമല്ലോ. അതുകൊണ്ട് കാർഡ് നഷ്ടപ്പെടാതെ സൂക്ഷിക്കുവാൻ ഈ കാർഡിനെ മറ്റൊരു രൂപത്തിൽ മൈക്രോ ചിപ്പ്, ഒരു ചെറിയ നെൽമണിയുടെ രൂപത്തിൽ വലിപ്പമുള്ള ഒരു മൈക്രോ ചിപ്പായി രൂപപ്പെടുത്തി എടുത്തതിന് ശേഷം മനുഷ്യന്റെ ശരീരത്തിൽ ത്വക്കിനടിയിൽ സൂക്ഷിക്കാമെന്ന് കണ്ടുപിടിച്ചിരിക്കുന്നു. ഈ മൈക്രോ ചിപ്പിന് രൂപം നൽകിയത് ഡോക്ടർ കാൾ സാൻഡേഴ്സ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ്. അത് നെൽമണിയുടെ വലിപ്പം കാണും. അത് ഈ മനുഷ്യന്റെ ത്വക്കിനടിയിൽ സൂക്ഷിച്ചാൽ അത് കളഞ്ഞു പോകുമെന്ന്, അല്ലെ നഷ്ടപ്പെട്ടു പോകുമെന്ന് ഭയപ്പെടേണ്ടതില്ല. അപ്പോ പിന്നെ അടുത്ത ചിന്ത, ഇത് എവിടാ സൂക്ഷിക്കേണ്ടത്? ശരീരത്തിന്റെ ഏത് ഭാഗത്ത്? അത് വയറ്റിലാണോ, അതോ മുതുകത്താണോ, അതോ തോളിലാണോ, കാൽപാദത്തിലാണോ എന്നുള്ളതിനെ കുറിച്ച് വിശകലനം ചെയ്ത് പഠിച്ചു വന്ന അവസാനം നിഗമനത്തിലെത്തി. ഇത് സൂക്ഷിക്കുവാൻ മനുഷ്യ ശരീരത്തിൽ പറ്റിയ സ്ഥലം തലമുടിക്ക് നേരെ താഴെ നെറ്റിയിൽ ത്വക്കിനടിയിലോ വലങ്കരത്തിന്റെ കൈത്തണ്ടയിൽ ത്വക്കിനടിയിലോ സൂക്ഷിക്കാം എന്ന് ഈ കമ്പനി കണ്ടുപിടിച്ചു. എന്നാൽ വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം ഇവരൊന്നും വായിച്ചിട്ടില്ല. അതൊന്നും അറിയാതായി ഇതൊക്കെ രൂപകൽപ്പന നൽകിയതും കണ്ടുപിടിച്ചതുമൊക്കെ. ദൈവത്തിന് സ്തോത്രം. ചില ദൈവദാസന്മാർ ഈ വേദഭാഗം സാൻഡേഴ്സ് എന്ന് പറയുന്ന ഈ ശാസ്ത്രജ്ഞനെ വായിച്ചു കേൾപ്പിച്ചപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെട്ടു പോയി എന്നും, വലം കൈമേലും നെറ്റിമേലും മുദ്രയേൽക്കുന്നവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷം ഈ ലോകത്തിൽ ഉണ്ടാകും. അങ്ങനെ ഒരു സംവിധാനം ഈ ലോകത്തിൽ ഉണ്ടാകുമെന്ന് AD 90-നും 96-നും ഇടയ്ക്ക് പത്മോസ് ദ്വീപിൽ യോഹന്നാൻ അപ്പോസ്തലന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ കർത്താവ് യേശുക്രിസ്തു മുഖാന്തരം വെളിപ്പെടുത്തി കൊടുത്ത സത്യം നമ്മുടെ കാലഘട്ടത്തിൽ നിറവേറുവാൻ പോകുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആകാശവും ഭൂമിയും മാറിപ്പോയാലും തിരുവഴുത്തിലെ വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസമുണ്ടാവുകയില്ല. തിരുവചനത്തിലെ പ്രവചന സത്യങ്ങൾ അത് യാഥാർത്ഥ്യങ്ങളായി മാറ്റപ്പെടുവാൻ പോവുകയാണ്. യേശു മടങ്ങി വരും. എതിർ ക്രിസ്തു വെളിപ്പെടും. ഈ ലോകം അതിനുവേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ ലോകത്തിലെ രാഷ്ട്രീയ വ്യവസ്ഥ, ഈ ലോകത്തിലെ സാമ്പത്തിക വ്യവസ്ഥ, ഈ ലോകത്തിലെ സാമൂഹിക വ്യവസ്ഥ, ഈ ലോകത്തിന്റെ പ്രകൃതി എല്ലാം തന്നെ എതിർ ക്രിസ്തുവിനെ സ്വീകരിപ്പാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് ബൈബിൾ വ്യക്തമായി പറയുന്നു. എന്നാൽ അതിനു മുമ്പേ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മടങ്ങി വരും. 3-ാം ലോകമഹായുദ്ധത്തിന്റെ അനന്തര ഫലം ഇപ്രകാരം എതിർ ക്രിസ്തു രംഗപ്രവേശം ചെയ്യുവാനുള്ള ഒരു പശ്ചാത്തലം ഒരുക്കുകയായിരിക്കും. അടുത്തതായി, ഈ 3-ാം ലോകമഹായുദ്ധവും യഹൂദനും തമ്മിൽ വല്ല ബന്ധവുമുണ്ടോ? ദൈവവചനത്തിലെ പ്രവചനങ്ങളുടെ തുറമുകോലാണ് യഹൂദൻ. ലോക ചരിത്രത്തിലെ ചൂണ്ടുപലകയാണ് യഹൂദൻ. കഴിഞ്ഞകാല ലോക ചരിത്രങ്ങൾ പഠിച്ചു നോക്കിയാൽ എല്ലാം യഹൂദനുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, 1-ാം ലോകമഹായുദ്ധം കാരണം യഹൂദൻ, വിജയമുണ്ടായതും നേട്ടമുണ്ടായതും യഹൂദനാണ്.
രണ്ടാം ലോകമഹായുദ്ധം നേട്ടമുണ്ടായത് യഹൂദന്. ദൈവത്തിന് സ്തോത്രം. ഒന്നാം ലോകമഹായുദ്ധത്തോടുകൂടെ അതിന്റെ ഫലമായി സ്വദേശത്ത് പാദമൂന്നുവാൻ അവർക്ക് അനുവാദം ലഭിച്ചെങ്കിൽ രണ്ടാം ലോകമഹായുദ്ധത്തോടുകൂടെ യഹൂദന് ഒരു സ്വതന്ത്ര രാഷ്ട്രമായി 1948 മെയ് മാസം 14 തീയതി ഒരു സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിക്കപ്പെടുവാൻ യഹൂദന് ഇടയുണ്ടായി. രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ ഫലം യഹൂദന് സ്വതന്ത്ര രാഷ്ട്രമുണ്ടായി. എന്നാൽ മൂന്നാം ലോകമഹായുദ്ധവും യഹൂദനുമായിട്ട് ഒരു വലിയ ബന്ധമുണ്ട്. അത് യഹൂദന്റെ ദേവാലയം പണിയിലായിരിക്കും. AD 70 യഹൂദന്റെ ദേവാലയം പൊളിക്കപ്പെട്ടു. തീത്തോസ് കൈസറിനാൽ, റോമൻ കൈസറായിരുന്ന തീത്തോസിനാൽ, അവന്റെ സൈന്യത്താൽ യഹൂദന്റെ ദേവാലയം പൊളിക്കപ്പെട്ടു. അതിന്റെ അടിത്തറ വരെ തോണ്ടിക്കളഞ്ഞു. കല്ലോട് ചേർന്നിരിക്കാതെ വണ്ണം പൊളിക്കപ്പെടുമെന്നുള്ള യേശുക്രിസ്തുവിന്റെ പ്രവചനത്തിന് ഒത്തവണ്ണം AD 70 ദേവാലയം പൊളിക്കപ്പെട്ടു. ഇന്ന് യെരൂശലേമിൽ നോക്കിയാൽ യെരൂശലേം ദേവാലയത്തിന്റെ ഒരവശിഷ്ടം പോലും കാണാനില്ല. എന്നാൽ മതിലിന്റെ, ദേവാലയത്തിന് ചുറ്റുമുണ്ടായിരുന്ന, യെരൂശലേമിന് ചുറ്റുമുണ്ടായിരുന്ന മതിലിന്റെ ഒരു ചെറിയ ഭാഗം മാത്രം ഇന്ന് നിലവിലുണ്ട്. ചില കല്ലുകൾ, കുറ്റൻ കല്ലുകൾ അടുക്കി വെച്ച് പണിതിരിക്കുന്ന മതിലിന്റെ ഒരു ഭാഗം, അതിനെ വിലാപ മതിൽ എന്നാണ് നാമം നൽകിയിരിക്കുന്നത്. ഇന്ന് യഹൂദ ജനത ഈ വിലാപ മതിലിൽ വന്ന് അവിടെ നെറ്റിയിടിച്ച് കരഞ്ഞു പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾക്കൊരാലയം ലഭിക്കുവാൻ. അവർക്ക് രാജ്യം കിട്ടി, അവർ ലോകത്തിൽ നിർണായക ശക്തിയായി മാറ്റപ്പെട്ടു. പക്ഷേ അവർക്കൊരാലയം വേണം. അതിനുവേണ്ടി അവർ ഇന്ന് വിലാപ മതിലിൽ നെറ്റിയിടിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ബൈബിൾ പ്രവചനത്തിന്റെ അടിസ്ഥാനത്തിൽ യെരൂശലേമിൽ യഹൂദന് വീണ്ടും ഒരാലയം ഉണ്ടാകും. ഈ ആലയം പണിയുവാൻ പശ്ചാത്തലം ഒരുക്കി കൊടുക്കുന്നത് എതിർ ക്രിസ്തുവായിരിക്കും. എതിർ ക്രിസ്തു ഈ ലോകത്തിൽ ഭരണം ഏറ്റെടുത്തു കഴിഞ്ഞാൽ സമാധാനത്തിന്റെ പുറമോടി അണിഞ്ഞുകൊണ്ട്, സമാധാനത്തിന്റെ വേഷം ധരിച്ചുകൊണ്ട്, സമാധാനത്തിന്റെ മോഹന വാഗ്ദാനങ്ങളുമായിട്ടായിരിക്കും എതിർ ക്രിസ്തു ലോകത്തിൽ രംഗപ്രവേശം ചെയ്യുന്നത്. ആദ്യമായി എതിർ ക്രിസ്തു ചെയ്യുന്നത് ലോകത്തെ ഇന്ന് ആകപ്പാടെ ഇളക്കി മറിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭയാനക പ്രശ്നമായ യെരൂശലേമിലെ ആ പ്രശ്നം പരിഹരിക്കുന്നതിലൂടെ ആയിരിക്കും എതിർ ക്രിസ്തു ലോക ശ്രദ്ധയെ ആകർഷിക്കുന്നത്. ഒരുപക്ഷെ അതൊരു സമാധാന ചർച്ചയിലൂടെ ആയിരിക്കാം, ഇല്ലെങ്കിൽ ഒരു ചർച്ചയിലൂടെ, ഒരു വട്ടമേശ സമ്മേളനത്തിലൂടെ, ഒരു സമാധാന ചർച്ചയിലൂടെ ആയിരിക്കാം, ഇല്ലെങ്കിൽ ഒരു അക്രമത്തിലൂടെ ആയിരിക്കാം, ഇല്ലെങ്കിൽ ഒരു അട്ടിമറിയിലൂടെ ആയിരിക്കാം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ദൈവത്തിന് സ്തോത്രം, യഹൂദന്റെ ദേവാലയം മുൻപ് നിലനിന്നിരുന്ന, അല്ലെങ്കിൽ ഇസഹാക്കിനെ യാഗം കഴിച്ച മോറിയ മലയിൽ, അബ്രഹാം ഇസഹാക്കിനെ യാഗം കഴിച്ച മോറിയ മലയിൽ, ദാവീദ് യാഗമർപ്പിച്ച ഒർന്നാന്റെ കളത്തിൽ, ശലോമോൻ ദേവാലയം പണിത അതേ മോറിയ മലയിൽ, ആ സെരുബാബേൽ ദേവാലയം പണിത അതേ മോറിയ മലയിൽ, ഹേരോദാവ് ആലയം പണിത അതേ മോറിയ മലയിൽ, അതേ അടിസ്ഥാനത്തിന്മേൽ യെരൂശലേമിൽ യഹൂദന് വീണ്ടും ഒരാലയം ഉണ്ടാകും. അതിന് സഹായമായി തീരുന്നത് എതിർ ക്രിസ്തുവായിരിക്കും. മൂന്നാം ലോകമഹായുദ്ധമായിരിക്കും അതിന് പശ്ചാത്തലം ഒരുക്കുന്നത്.